ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പ്രോഡക്ട്സിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. റാൻഡം ആയിട്ട് ചൂസ് ചെയ്ത പ്രോഡക്ട്സ് ആണ്. നമ്മൾ കുറേ നാളായി ഇങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു റിവ്യൂ വീഡിയോ ചെയ്തിട്ട്. ഓക്കെ. അപ്പോൾ ഇതിൽ സ്കിൻ കെയർ ആണ് കൂടുതലും. ഹെയർ കെയറും മേക്കപ്പും ഒക്കെ ഉണ്ട്. കുറച്ച് നാളായിട്ട് ഞാൻ യൂസ് ചെയ്ത് വന്നതിൽ എനിക്ക് ഞാൻ വളരെ ഇംപ്രസ്ഡ് ആയ അല്ലെങ്കിൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ നല്ലതാണെന്ന് എനിക്ക് ഷെയർ ചെയ്യണം എന്ന് തോന്നിയ കുറച്ച് പ്രോഡക്ട്സ് ആണ്. ഇത് സ്പോൺസേർഡ് അല്ല. ഓക്കെ. എന്തായാലും ഇന്നീ കാണിക്കുന്ന പ്രോഡക്ട്സിൻ്റെ എല്ലാം ലിങ്ക്സ് ഞാൻ കൊടുത്തേക്കാം. ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഒരുപാട് ലേറ്റ് ആകാതെ വീഡിയോയിലേക്ക് പോകാം. ഇന്നീ കാണിക്കുന്ന പല പ്രോഡക്ട്സും നിങ്ങളെൻ്റെ ഹോൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതിലൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊരു റിവ്യൂ പറഞ്ഞിട്ടില്ല. പലതും ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അങ്ങനെ പറഞ്ഞു പോയതേ ഉള്ളൂ. ഷോപ്പിംഗ് ഹാളിലും ഒക്കെ ആയിട്ടാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ യൂസ് ചെയ്തതിന് ശേഷം ഉള്ളൊരു റിവ്യൂ ആണ്. ഫസ്റ്റ് കാണിക്കാനുള്ളത് ഈ ഒരു അലോവേറ ജെല്ലാണ്. ഇത് വിഷ് കെയറിൻ്റെ ഒരു അലോവേറ ജെല്ലാണ് കേട്ടോ. അഗെയിൻ ഷോപ്പിംഗ് ഹാളിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സ്കിൻ ആൻഡ് ഹെയർ ആണ്. പക്ഷെ ഞാൻ ഹെയറിൽ യൂസ് ചെയ്തിട്ടില്ല. ഹെയർ പാക്കായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അലോവേറ ജെല്ല് തനിയെ ഒരു ഹെയർ പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ വേറെ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെയും യൂസ് ചെയ്യാം. സ്കിന്നിലും യൂസ് ചെയ്യാം പാക്കായിട്ട്. മോയ്സ്ചറൈസറായിട്ട് സ്കിന്നിൽ ഇറിറ്റേഷനൊക്കെ ഉള്ള സമയത്ത് ഒന്ന് കാം ഡൗൺ ചെയ്യാനായിട്ട്, ആക്നിയൊക്കെ ഉള്ള സമയത്തും ഒക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ആഫ്റ്റർ വാക്സിങ് ത്രെഡിങ് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അലോവേറ ജെല്ലിനെയൊക്കെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോസ് വർഷങ്ങൾക്ക് മുന്നേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് പ്യുവർ അലോവേറ ജെല്ലല്ല. ഇതിൽ എസെൻഷ്യൽ ഓയിൽസ് ഉണ്ട്, ആയുർവേദിക് മെഡിസിൻ ഉണ്ട്, വിറ്റമിൻ ഇ ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഇതിൽ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചോളൂ. ഇതിൻ്റെ ഒരു ഫ്രേഗ്രൻസ് വരുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ഓക്കെ, പ്യുവർ അലോവേറ ജെല്ലിന് വേറെ പ്രത്യേകിച്ച് മണമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് പ്യുവർ അലോവേറ ജെല്ലല്ല. സ്കിന്നിനും ഹെയറിനും ബെനിഫിഷ്യൽ ആയിട്ടുള്ള മറ്റു കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഉണ്ട്. ഓക്കെ. പിന്നെ പ്രൈസിന് വേർത്തായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് വിഷ് കെയർ നല്ലൊരു ബ്രാൻഡാണ്. ഒരുപാട് നല്ല സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. ഞാൻ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ഒരു സൺസ്ക്രീൻ ആണ്. കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ സ്കിന്നിന് സ്യൂട്ടായ, എനിക്ക് വളരെ ഇഷ്ടമായ ഒരു സൺസ്ക്രീൻ കിട്ടിയത് ഈ ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഡോട്ട് ആൻഡ് കീയുടെ ഈ ഒരു വാട്ടർമെലൺ കൂളിംഗ് സൺസ്ക്രീൻ ആണ്. പേര് പറയുന്ന പോലെ തന്നെ ഒരു കൂളിംഗ് എഫക്റ്റ് ആണ് നമുക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ. എൻ്റെ സ്കിന്നിന് വളരെ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു പ്രോഡക്റ്റ് കൂടിയാണ്. എൻ്റേത് ഒരു ആക്നി പ്രോൺ സെൻസിറ്റീവ് സ്കിന്നാണ്, ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ എൻ്റെ സ്കിന്നിന് ഇതങ്ങനെ ഓയിലി ആക്കുമോ അങ്ങനെ ഒന്നുമില്ല. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്തതിൻ്റെ പേരിൽ വേറെ സ്കിന്നിനൊരു ഇറിറ്റേഷൻ, ആക്നി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്കിത് വർക്കായി. എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഡോട്ട് ആൻഡ് കീ എൻ്റെ ഒരു ഫേവറേറ്റ് ബ്രാൻഡാണ്. അതിൽ തന്നെ ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഒത്തിരി ഇഷ്ടമായ വേറൊരു പ്രോഡക്റ്റാണ് അവരുടെ ലിപ് ബാംസ്. ഓക്കെ. ഇതിപ്പോൾ 2 ഷെയ്ഡ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഒരു റെഡും പിങ്കും ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതും ഇപ്പോൾ എൻ്റെ ഒരു ഗോ ടു പ്രോഡക്റ്റാണ്. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഒരുപാട് ലിപ് ബാംസ് ഉണ്ട് എൻ്റെ കയ്യിൽ. പക്ഷേ സ്ഥിരമായിട്ട് ഇപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്, ഈ ട്യൂബ് പാക്കേജിങ്ങിൽ വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വേറെ ബ്രാൻഡ്സിൻ്റെ ഇതേപോലെ ഉള്ള ലിപ് ബാംസ് ട്രൈ ചെയ്യാനായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്തിട്ട് പറയാം. എന്തായാലും ഇത് എനിക്ക് നല്ല ഇഷ്ടമായി. വേറെയും 1-2 ഷെയ്ഡ്സും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ലിങ്ക് കൊടുക്കാം. ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സ്കിന്നിന് സൺസ്ക്രീൻ കൊടുക്കുന്ന പോലെ തന്നെ ലിപ്സിനും ഒരു പ്രൊട്ടക്ഷൻ വേണം. അപ്പോൾ മാക്സിമം SPF ഉള്ള ലിപ് ബാംസ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ്. മുന്നേ ഒക്കെ അങ്ങനെ ആയിരുന്നില്ല. SPF ഉള്ള ലിപ് ബാംസ് ഒക്കെ വളരെ കുറവാണ്. ഇന്ന് ഒത്തിരി ബ്രാൻഡ്സിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൽ നിന്ന് ചൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതാണ് ഡോട്ട് ആൻഡ് കീ എന്നുള്ള 2 എൻ്റെ ഫേവറേറ്റ് പ്രോഡക്റ്റ്സ് ആണ്. ഓക്കെ. അടുത്തതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. പ്രത്യേകിച്ച് എന്നെ പോലെ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഇതൊരു ആക്നി പ്രോൺ സ്കിന്നാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആക്നി വരും. ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഓക്കെ. അപ്പോൾ എനിക്ക് കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ് ഇതുപോലുള്ള ആക്നി പാച്ചസ്. ഇത് ബി ബോഡി വൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആണ്. ഓക്കെ. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു 72 നമ്പേഴ്സ് ഉണ്ട്. ഇങ്ങനെയാണ് വരിക. ഓക്കെ. ഇത് ഈ 2 സൈസിലായിരിക്കും വരിക. ഓക്കെ.
അപ്പോൾ വലിയ പിമ്പിളൊക്കെ ആണെങ്കിൽ ഈ വലിയ പാച്ച് യൂസ് ചെയ്യാം. അങ്ങനെ ഓക്കെ. അപ്പോൾ ഇതെനിക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു പ്രോഡക്റ്റാണ്. എന്നെപ്പോലൊരു ആക്നി പ്രോൺ സ്കിന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഈ ലാസ്റ്റ് ഒരു പ്രോഡക്റ്റ് ഒരു ഹെയർ സിറമാണ് ലോറിയലിൻ്റെ. കഴിഞ്ഞ കുറേ കാലമായിട്ട് ഞാൻ ലോറിയലിൻ്റെ ആ ഒരു ഓയിൽ സിറമാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു പ്രോഡക്റ്റ് അടിപൊളിയാണ് കേട്ടോ. ഇതിനിടയിൽ വേറെ ഒരുപാട് ബ്രാൻഡ്സ് ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഇഷ്ടമായിട്ടില്ല. പക്ഷെ ഇത് വർക്കായി. നല്ല ഹെയർ നല്ല ബൗൺസി ആയിട്ട് നമുക്ക് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നിങ്ങൾ കുളിച്ചതിന് ശേഷം ആ ഒരു ഡാം ഹെയറിൽ യൂസ് ചെയ്യാം. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ശരിക്കും ഹെയർ ഡ്രൈ ആയി കഴിയുമ്പോൾ നല്ല ബൗൺസി ആയിട്ട്, ഉള്ളു കുറവുള്ള മുടിക്ക് നല്ലതാണ്, നല്ല ബൗൺസി ആയിട്ട് തോന്നിക്കും. ഓക്കെ, ഫ്രിസ് കൺട്രോൾ ചെയ്യുമെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ചെയ്തിട്ടില്ല എന്നല്ല, അങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് തോന്നുന്നില്ല. അതെനിക്ക് ഓയിൽ സിറമാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്. പക്ഷേ ഇത് നല്ല വോള്യൂം തരും, നല്ല ബൗൺസി ആയിട്ട് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സ് ഞാൻ കൊടുത്തേക്കാം. ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.